ഹായ് ഹലോ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോയിലും കുറേ നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ തെയ്യത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് കുറുവ തയ്യൽ ശ്രീ വയനാട്ട് കുലവൻ ക്ഷേത്രത്തിൽ തെയ്യം നടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പുലിയൂർ കണ്ണൻ തെയ്യത്തിൻ്റെ ഒരിതാണ്, അതിൻ്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി ഞാൻ പറയാം. അതായത് മലബാറിൽ കെട്ടിയാടപ്പെടുന്ന ഒരു തെയ്യമാണ് പുലിയൂർ കാളി എന്ന് പറയുന്നത്. പുലിക്കണ്ടൻ്റെയും പുലിക്കരിങ്കാളിയുടെയും മകളായ പെൺപുലിയാണ് ഈ പുലിയൂർ കാളി. അന്നങ്ങനെയാണ് ഐതിഹ്യം വരുന്നത്. വാണിയ ജാതിക്കാരുടെ ഒരു തെയ്യമാണ് പുലിയൂർ കണ്ണൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതായത് എന്താണ് ഇതിൻ്റെ പുറമെയുള്ളൊരു ഐതിഹ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തുലാവനം എന്ന കാട്ടിൽ വെച്ചിട്ട് ശിവൻ പുലിക്കണ്ണനായും പാർവതി പുലിക്കരിങ്കാളിയായും രൂപം എടുത്തു. അങ്ങനെ അവർ കാട്ടിൽ സുഖിച്ച് വസിച്ചിരിക്കുന്ന സമയത്ത് കരിങ്കാളി, അതായത് ഈ പുലിക്കരിങ്കാളി കണ്ടംപുലി, മരപ്പുലി, കാലപ്പുലി, പുലിയൂർ കണ്ണൻ തുടങ്ങിയ ആൺപുലികൾക്കും അതുപോലെ തന്നെ പുലിയൂർ കാളി എന്നറിയപ്പെടുന്ന പെൺപുലിക്കും ജന്മം കൊടുത്തു. അപ്പോൾ ഒരു ദിവസം രാത്രി ഈ പുലിദൈവങ്ങൾ കുറുമ്പത്തിരി വണ്ണാൻ്റെ തൊഴുത്തിൽ കടന്നിട്ട്, അവിടെയുള്ള ഒരു കുറുമ്പത്തിരി വണ്ണാൻ്റെ തൊഴുത്തിൽ കടന്നിട്ട് കന്നുകാലികളെ കൊന്നു. അതൊരു വലിയ നഷ്ടം ഉണ്ടാക്കി. ദൈവത്തിനെ എപ്പോഴും ആരാധിച്ചിരുന്ന ഒരാളാണ് ഈ വണ്ണൻ. അപ്പോൾ ഇയാൾക്കിത് വലിയ മനപ്രയാസം ഉണ്ടാക്കി. അപ്പോൾ വണ്ണാൻ്റെ സുഹൃത്തായ കരിന്തിരി കണ്ണൻ വണ്ണാനെ സഹായിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി എന്ത് ചെയ്തു, ഈ കരിന്തിരി കണ്ണൻ അതേ തൊഴുത്തിൽ ഒളിച്ചിരുന്ന് പുലികളെ അമ്പെയ്യാനായിരുന്നു അവരുടെ പ്ലാന്. അപ്പോൾ അമ്പെയ്യുന്നതിന് മുന്നേ തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ പുലികൾ എന്ത് ചെയ്തു, ഈ കരിന്തിരി കണ്ണനെ കൊന്നു. അങ്ങനെ മരിച്ച കരിന്തിരി കണ്ണൻ തെയ്യങ്ങളിൽ ആട്ടം ആടപ്പെടുന്നുണ്ട്. കരിന്തിരി കണ്ണൻ എന്ന ഒരു തെയ്യം കൂടെ രൂപപ്പെട്ടിട്ടുണ്ട്. പുലിദൈവങ്ങളുടെ ശല്യത്തെക്കുറിച്ച് മുച്ചിലോട്ട് ഭഗവതിയോട് പരാതിപ്പെട്ട്, അതായത് ഈ തണ്ടാൻ എന്ത് ചെയ്തു, അതിനിടയിൽ ഇതിനെ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഈ പുലികളെ. അപ്പോൾ അതിനിടയിലാണ് ഇത് ശല്യങ്ങളെ കുറിച്ചിട്ട് മുച്ചിലോട്ട് ഭഗവതിയോട് പരാതിപ്പെടുന്നത്. അങ്ങനെ മുച്ചിലോട്ട് ഭഗവതി എന്ത് ചെയ്തു, ഇവരെ പ്രതിഷ്ഠിച്ചിരുന്ന വിളക്ക് അവിടുന്ന് പറിച്ചെടുത്ത് കോറോത്ത് മുച്ചിലോട്ട് കാവിൻ്റെ ഇടത് ഭാഗത്ത് പ്രതിഷ്ഠിച്ച്, അങ്ങനെ മുച്ചിലോട്ട് കാവിലെ സാന്നിധ്യമായി പുലിയൂർ കണ്ണനും പുലിയൂർ കാളിയും എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഈ തെയ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ മുത്തപ്പനെ കുറിച്ചിട്ടാണെങ്കിലും എല്ലാം അതൊരു എന്താ പറയുക, പ്രത്യേക ഒരു ഇഷ്ടമാണ്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നാട്ടിലുണ്ടായിരുന്ന സമയങ്ങളിൽ എനിക്ക് പോകാൻ പറ്റുന്ന സമയങ്ങളിൽ ഒരുവിധം എല്ലാ അമ്പലങ്ങളിലും, അടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലും ഞാൻ പോകാറുണ്ട്. ഞാൻ അവിടെയുള്ള തെയ്യങ്ങളും അതായത് ഈ ദൈവത്തിൻ്റെ ആൾരൂപങ്ങളൊക്കെ ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. എനിക്കതൊരു പ്രത്യേക ഒരു കൗതുകം തരുന്നൊരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു സീസൺ കൂടിയാണ്. ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഒരുപാട് അത് ഞാൻ മിസ് ചെയ്യും. പക്ഷേ എനിക്ക് 2 കുടുംബക്ഷേത്രങ്ങളുണ്ട്, അച്ഛൻ്റെ കുടുംബക്ഷേത്രം, അമ്മേൻ്റെ കുടുംബക്ഷേത്രം. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബക്ഷേത്രത്തിലെ ഉത്സവം എനിക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. ഞാനതിന് മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഉത്സവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് അറിയുന്ന ഈ പറഞ്ഞിട്ടുള്ള തെയ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. ഇവിടെ വയനാട്ട് പുലവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തെയ്യം കൂടെ ഉണ്ട്. അതിൻ്റെ പുറമെ ഒരുപാട് സ്റ്റോറികളുണ്ട്. വയനാട്ട് പുലവൻ തെയ്യത്തിന് തൊണ്ടച്ചൻ തെയ്യം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതായത് ഉത്തര മലബാറിലൊക്കെയാണ് ഈ തെയ്യത്തിനെ കാണപ്പെടുന്നത്. അതായത് തീയ സമുദായക്കാരുടെ ഒരു പ്രധാന ആരാധനാമൂർത്തിയാണ്, ആദിദൈവമാണെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ തൊണ്ടച്ചൻ തെയ്യം എന്നത് പേര് വരാൻ കാരണം, തൊണ്ടച്ചൻ എന്നാൽ ഏറ്റവും മുതിർന്ന ആൾ എന്നാണ് അത്ര അർത്ഥം. വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. കവുങ്ങൻ പൂവാണ് ഇതിൻ്റെ പ്രസാദമായിട്ട് ഇവർ കൊടുക്കുക. തോറ്റം, വെള്ളാട്ടം, തെയ്യം, ഇങ്ങനെ 3 അവതരണ രീതിയാണ് ഈ തെയ്യത്തിനുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്